ഹായ് ഫ്രണ്ട്സ്, എംടെക്കിൻ്റെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരുന്നത് ഒരു അടിപൊളി ഐറ്റമായിട്ടാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്കോൺ മേക്കറാണ് ഉണ്ടാക്കാൻ പോണത്. അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആകാതെ 2 പെപ്സിയുടെ സെവനപ്പിൻ്റെ അങ്ങനത്തെ കളയണ ടൈപ്പ് ക്യാനുകളൊക്കെ ഇല്ലേ, ആ 2 മാത്രം മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. പോപ്കോണൊക്കെ അടിപൊളിയായിട്ട് വരും എന്നാണ് തോന്നണത്. ഒരു എക്സ്പെരിമെൻ്റ് രീതിയിലാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കണത് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. താഴെക്കിടക്കുന്ന ചുവന്നോട്ടന്മ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യാൻ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പോപ്കോൺ മേക്കർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ 2 ക്യാനുകളാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തത് ഇതുപോലത്തെ ഒരു പാക്കറ്റാണ്. നമ്മുടെ പോപ്കോൺ ഉണ്ടാക്കാനായിട്ടുള്ള ചോളമൊക്കെ ഉള്ള പാക്കറ്റാണ്. നമ്മൾ കടയിൽ നിന്ന് 10 രൂപ വാങ്ങിച്ച പാക്കറ്റാണ്. ഇനി നമുക്ക് ആ നേരത്തെ എടുത്ത് വെച്ച ക്യാനിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു ബ്ലേഡ് ഉപയോഗിച്ച് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്യാൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കയറി ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാൻ്റെ അടിവശം ചെറുതായിട്ട് പൊങ്ങിയിരിക്കണമായിരുന്നു നമ്മൾ എന്തെങ്കിലും വെച്ചുകൊണ്ട് ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇനി നമുക്കൊരു ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കണം. അതുപോലെ നൈസായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാം. നമുക്ക് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ കുറച്ച് നീങ്ങിയിട്ട് ഈ വശത്ത് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആ ഭാഗം കൊണ്ട് കളയാം, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമ്മളിത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ട, നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ മറ്റേ ക്യാൻ എടുത്തുകൊണ്ട് ഒരു പേന എന്തെങ്കിലും ഉപയോഗിച്ചത് ഇതുപോലെ അങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കണം. ഈ ഷേപ്പിൽ അങ്ങോട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് ആ നേരത്തെ മാർക്ക് ചെയ്ത പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിനടുത്ത് നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണേന്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുറിച്ചളയാൻ വേണ്ടിയല്ല, ഇത് നമുക്ക് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊക്കി കൊടുക്കണം. പിന്നെ വളച്ചങ്ങോട്ട് വെച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത ക്യാനിൽ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കണം. നമ്മുടെ ഇത് മറ്റേ ക്യാൻ ഇതുമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നോക്കിയോ, കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ടൈഗർ ബാബിൻ്റെ മൂടിയാണ്. പിന്നെ നമ്മളിതേ ഇതുപോലത്തെ ഒരു സംഭവത്തിൽ ഇങ്ങനെ തിരി വെച്ച് കൊടുത്തിട്ടുണ്ട് ഊരിപ്പോയിരിക്കാനായിട്ട്. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഈ മൂടിയിൽ ഇങ്ങനെ വച്ച് സെറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പാക്കറ്റ് പൊട്ടിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് നൈസായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പാക്കറ്റിലുള്ള ഇത് മാത്രം ഇട്ടാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ ഇതിൽ ഉള്ള സാധനങ്ങളൊക്കെ ഉള്ള ടൈപ്പ് പാക്കറ്റാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ പാക്കറ്റ് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എല്ലാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ ആ തിരി ഒന്ന് കത്തിച്ച് കൊടുക്കാം. നമ്മൾ അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊന്ന് കത്തിച്ചിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചാൽ സെവനപ്പിൻ്റെ ടിന്ന് ഇതുപോലെ വെച്ചെടുക്കാം. നമ്മളൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അതിൽ നിന്ന് പോപ്കോൺ തെറിച്ച് വരുമ്പോൾ ഇതിലേക്ക് വീയാൻ വേണ്ടിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. നമ്മുടെ പോപ്കോൺ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വരാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ ടൈം പിടിക്കും. അപ്പോൾ നമ്മുടെ പോപ്കോൺ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് പൊട്ടി വരണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പാത്രത്തിലേക്ക് തെറിച്ച് വരും. നൈസായിട്ട് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ പോപ്കോൺ ഒരെണ്ണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. പാത്രത്തിൽ സൈഡിലേക്ക് ചാടിപ്പോയി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ അടിപൊളിയായിട്ട് കുറേ പോപ്കോണുകൾ ഇപ്പോൾ ചാടി വരുന്നുണ്ട്. നമ്മുടെ സംഭവം അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. നൈസായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് കൃത്യം വന്ന് വീഴുന്നുണ്ട് നമ്മുടെ പോപ്കോണുകളൊക്കെ. അടിപൊളി സംഭവമാണ്.
നമ്മുടെ പോക്കോൺ മൊത്തം നമ്മുടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മൊത്തം എല്ലാം കൂടെ നമ്മൾ പൊട്ടി അടിപൊളിയായിട്ട് ഇതേ നമ്മുടെ പ്ലേറ്റിൽ ഇരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അടിപൊളി സംഭവമാണ്. നമ്മുടെ അതേ പോക്കോണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ട നല്ല നൈസായിട്ട് ഇരിക്കുന്നുണ്ട്. വെറുതെ കുറച്ച് തിന്നോക്ക. അടിപൊളിയായിട്ടുണ്ട്. സെറ്റപ്പ് സാധനമാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സാധനം അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ സാധാ പോക്കോൺ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മളൊരു LED നമ്മുടെ ബാറ്ററിയിലും ലൈറ്റിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ പോപ്കോൺ മേക്കർ നമ്മൾ രാത്രിയിൽ വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ടാണ്. നമ്മുടെ ഈ ലൈറ്റ് ഓൺ ചെയ്തത് ഈ ഭാഗത്തായിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ വരും. അതൊന്ന് കാണാൻ വേണ്ടിയാണ്, കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളിത് വെക്കണത്. എങ്ങനെയാണ് നോക്കാം നമുക്ക്. അടിപൊളിയായിരിക്കും. അടിപൊളിയായിട്ട് നമ്മൾ ലൈറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പോക്കോൺ എക്സ്പെരിമെൻ്റ് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. നമ്മുടെ പോക്കോൺ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തെറിച്ച് പൊട്ടിയൊക്കെ അടിപൊളിയായിട്ട് വരണ്ടായി. പൊട്ടി നമ്മുടെ പാത്രത്തിലേക്ക് കൃത്യം വന്ന് നിൽക്കണ്ടായി. ചിലതൊക്കെ മാത്രം പുറത്തേക്ക് പോയുള്ളൂ. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ കാണുന്ന ബട്ടൺമേൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യാണ്ട് ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ ബൈ.